കാറ്റും കടലും ഇളകി മറിഞ്ഞു. വള്ളത്തിനകത്ത് വെള്ളം എരച്ചു കയറി. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുക. ശിഷ്യന്മാർ ചാടി എഴുന്നേറ്റിട്ട് യേശുവിനോട് പറയാണ്, കർത്താവേ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഞങ്ങളെല്ലാം നശിക്കാൻ പോവുകയാണ്, മരിക്കാൻ പോവുകയാണെന്ന് ശിഷ്യന്മാർ അലറിക്കൂവി വിളിക്കുകയാണ്. വെള്ളത്തിനകത്താ കർത്താവ് ഇപ്പൊ കിടക്കുന്നത്. വള്ളത്തിൽ മുഴുവൻ വെള്ളം കയറി. എന്നിട്ട് യേശു ഉണരുന്നില്ല. പക്ഷെ ശിഷ്യന്മാർ നില വിളിച്ച് കിടന്ന് പറയുകയാണ്, അതാ ഞങ്ങൾ നശിക്കാൻ പോവുകയാണ്. എന്താ കർത്താവ് എഴുന്നേറ്റ് അവരെ പോലെ ബഹളം കാണിക്കാതെ? കാരണം തൻ്റെ മരണത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യം, വെളിപ്പാട് യേശുവിനുണ്ട്. ആ വെളിപ്പാടിൽ ജീവിക്കുന്നവൻ, ആ പ്രവചനത്തെ ഉൾക്കൊള്ളുന്നവൻ, അതിൽ വിശ്വസിക്കുന്നവൻ തിരമാലകളെ കണ്ട് ഭയപ്പെടില്ല. കാരണം യേശു ആയിരിക്കുന്നത് പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിനകത്താണ്. ദൈവം ഏൽപ്പിച്ച ദൗത്യങ്ങളെ പാതി വഴിയിൽ തകർക്കാനുള്ള ശക്തി സാഗരത്തിന് പോലുമില്ല. ഏതൊക്കെയോ സാഹചര്യങ്ങൾ കണ്ട് വ്യത്യസ്ത അവസ്ഥകളിൽ, അനുഭവങ്ങളിൽ മനസ്സു തളർന്നിരിക്കുന്ന പ്രിയ കുടുംബത്തോട്, പ്രിയ ദൈവദാസനോട് പരിശുദ്ധാത്മാവ് ഈ തിരുവെഴുത്തിലൂടെ അറിയിക്കുകയാണ്, നിന്റെ മേളിൽ ദൈവം തന്ന വാഗ്ദത്തത്തിന്റെ അത്രയും ശക്തി ഇന്ന് നീ അനുഭവിക്കുന്ന പ്രശ്നത്തിനില്ല. ദൈവം നിനക്ക് തന്ന വചനത്തിന്റെ അത്രയും ശക്തി നീ അനുഭവിക്കുന്ന കൊടുങ്കാറ്റുകൾക്കും തിരമാലകൾക്കും ഇല്ല. ഈ തിരമാലകളെയും കൊടുങ്കാറ്റുകളെയും നീ ജയിച്ചിരിക്കും. ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ശാസിക്കാൻ, പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഒരത്ഭുതം നിന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുവാനിടയാകും.